ഇനിയിപ്പോ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ നിത്യേ. ശരത്ത ആള്, അവൻ എങ്ങനെയൊക്കെ ചിന്തിക്കും പ്രവർത്തിക്കുന്നെന്നും പറയാൻ പറ്റില്ല. ആദ്യം അവന്റെ നീക്കം അറിയണം, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റും. അത്ര എളുപ്പം അച്ഛനുണ്ടാക്കിയ പൂട്ട് പൊളിക്കാൻ ആ ശരത്തിന് പറ്റുമെടുത്തേ. ആസ്തി ബാധ്യതകൾ അറിയണമെന്ന് അച്ഛൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് പറയുന്നതോടുകൂടി ആ ശരത്തിന്റെ എല്ലാ കളിയും തീരില്ലേ? നിത്യേ, ബുദ്ധി കൊണ്ട് കളിക്കുന്നവനാണ് ശരത്ത്. ഒന്നിലേറെ പേരെ കൊന്നിട്ടും ഇതുവരെയും പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം. സംശയിക്കാൻ പോലും ഇടം കൊടുക്കാത്ത വിധത്തിലാണ് അവൻ ഓരോന്നും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ശരത്തിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. വില കുറച്ച് കണ്ട അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും. എന്തായാലും ഏട്ടത്തിയുടെ നീക്കം ഗംഭീരമായി. പറഞ്ഞത് അച്ഛനായിരുന്നെങ്കിലും അച്ഛനെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത് ഏട്ടത്തിയായിരുന്നല്ലോ. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? ഞാൻ പറഞ്ഞ എനിക്കൊരു വിലയും കിട്ടാൻ പോകുന്നില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെയല്ലേ. അച്ഛൻ പറഞ്ഞപ്പോ അതിനൊരു ആധികാരികത വന്നു. അവന് മാത്രമല്ലല്ലോ ബുദ്ധി, നമുക്കുണ്ടല്ലോ. അമ്മമാർക്ക് ഈ കല്യാണം നടക്കണമെന്നുണ്ട്. അത് കാശ് മോഹിച്ച കോടീശ്വരനാണ് താനെന്നല്ലേ ശരത്ത് പറഞ്ഞു വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല സത്യം എന്നറിയുന്നതോടുകൂടി അവനോടുള്ള സകല താല്പര്യവും അവർക്ക് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടാ നമ്മൾ രക്ഷപ്പെട്ടു. ആവേശം കയറി ആലോചിക്കാതെയും എടുത്തു ചാടിയൊന്നും പറയില്ല നിത്യേ. അങ്ങനെ സംഭവിച്ചാ ശരത്ത് പകയുള്ളവനായിട്ട് മാറും. പിന്നെ മുന്നും പിന്നും നോക്കാനില്ല അവന്. അവൻ എന്തും ചെയ്യും. കൊലയാളി അവൻ ഈ വീട്ടിലൊരു കൊലപാതകം നടത്താൻ തീരുമാനിച്ചാലോ? അത് ശരിയാ. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ശരത്തിന്റെ പ്രതികരണം വരട്ടെ, എന്നിട്ടേ നമുക്കൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റൂ. കല്യാണം നടന്നാലും പ്രശ്നം, നടന്നില്ലെങ്കിലും പ്രശ്നം. അങ്ങനൊരു അവസ്ഥയിലാണ് നമ്മളിപ്പോ. അത് മറക്കണ്ട.